ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. ഇന്ന് രാവിലെ ഉറക്കം എണീറ്റ് തന്നെ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അനിയത്തി വന്നിട്ട് വിളിച്ചിട്ടാണ്. 9 മണിക്കാണ് അവൾ വന്നിട്ട് ഇങ്ങനെ ഓർഡർ ഉണ്ട്, ഒരു 5 കിലോ കേക്കിന് ഓർഡർ ഉണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ട എന്താ ചെയ്യേണ്ടത് ആവുമോ എന്ന് ചോദിച്ചു. ഉച്ചയ്ക്ക് 2 മണി നമുക്ക് സാധനം കൊടുക്കണം എന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ എണീച്ച് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എണീറ്റ് വന്ന് ഇതാ മുട്ടയൊക്കെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം അതവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾക്ക് നമുക്ക് ഇന്നലെ ഞാൻ അലുവ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ആ അലുവയൊക്കെ ഇവിടെ പൊത്തി വെച്ചിട്ട് അപ്പോൾ ഇതൊന്നും ഒരു ഭാഗത്താക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ പാത്രത്തിൽ നിന്ന് ഒന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ ഇതാ പാത്രത്തിൽ നിന്ന് അതൊക്കെ ഇളക്കിയെടുത്തിട്ട് അത് കുറേ ആൾ ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തൂക്കിയിട്ടൊന്ന് പാക്കാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ത്രാസ് വെച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കുന്നുണ്ട്, ഓരോന്നും എത്ര കിലോനാണ് ഉള്ളത് എന്ന് നോക്കിയിട്ട്. പിന്നെ അങ്ങനെ 1 കിലോ വേണ്ടവർക്ക് 1 കിലോനും 1/2 കിലോ വേണ്ടവർക്ക് 1/2 കിലോനൊക്കെ പീസാക്കിയിട്ട് ഞാൻ വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും തൂക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ അധികം ഓർഡർ വേണ്ടാത്തതൊക്കെ ഞാൻ 1/2 കിലോൻ്റെ പാക്കാക്കിയിട്ടാണ് വെച്ചെന്നാൽ ആവശ്യക്കാർ വരുമ്പം വേഗം 1/2 കിലോന് അങ്ങനെ ചോദിച്ചാൽ വേഗം കൊടുക്കാമല്ലോ. അങ്ങനെ വലിയ പാത്രത്തിൽ ഇതൊക്കെ ഒരുപോലെ നല്ല സൈസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ വന്ന ബാക്കി പീസൊക്കെ ഞാൻ നമുക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് മുറിച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു എയർ ടൈറ്റർ കണ്ടെയ്നറിൽ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ അരമണിക്കൂർ കൊണ്ട് ഇവിടെ തീരും, എന്നാലും പാത്രത്തിലിട്ട് വെക്കണമല്ലോ. അങ്ങനെ ഇതാ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അതൊക്കെ സീലർ എടുത്തിട്ടൊന്ന് സീൽ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ പാക്കറ്റും ഞാൻ വേഗം സീൽ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ഒരു പേപ്പർ വിരിച്ചിട്ട് ഒക്കെ ഞാൻ അതിൻ്റെ മുകളിൽ പറക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഓർഡർ വന്നതുകൊണ്ട് ഒരു 2 കിലോ പോലെ ഇനി കയ്യൽവ ബാക്കിയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് വാങ്ങിക്കോളാം. പിന്നെ ഇതാ ഞാൻ പരിപ്പ് ബിരിയാണി ഉണ്ടാക്കാനുണ്ട്. അതിനുള്ള പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കല്ലുമ്മക്കായി പൊരിക്കാൻ വേണ്ടിയിട്ട് അതും അവിടെ പൊങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അനിയത്തി ഹാഫ് മൂൺ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ തേങ്ങ ഉരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പരിപ്പ് ബിരിയാണി ഉണ്ടാക്കാനുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഞാൻ ഉരിച്ചിട്ട് അതൊന്ന് കൊത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അത് ഗ്രൈൻഡറിൽ വേഗം ഒന്ന് ചിരകിയെടുത്ത് അപ്പോഴേക്കിതാ പുറത്ത് ചോറായിട്ടുണ്ട്. ഇന്നലെ ഞാൻ ചോറുണ്ടാക്കിയിട്ടില്ല എന്നുള്ള പരാതി പറഞ്ഞത് കൊണ്ട് ഇന്നവൾ വേഗം ചോറുണ്ടാക്കി ഗൈസ്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ അതൊന്ന് നോക്കി ചോറ് എന്ന് പറയാൻ അതിൽ തപ്പിത്തെരയണം കണ്ടാ. കോരി കൊണ്ട് കോരുമ്പം അടിയിൽ കുറച്ച് വറ്റി എന്നെ ബോധിപ്പിക്കാൻ അവൾ കുറച്ച് ചോറ് വെച്ച് ഗൈസ്. അങ്ങനെ ആ ചോറ് വെന്തിട്ടുണ്ട്. ഞാനത് വേഗം വാർത്തെടുത്ത്, എന്നാലും അടുപ്പ് എനിക്ക് കിട്ടും. അങ്ങനെ ഞാൻ ചോറ് വാർത്തിട്ട് വേഗം അവിടെ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് മിൽമ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നല്ലപോലെ ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട്. പരിപ്പിൻ്റെ ബിരിയാണി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ലോങ് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പരിപ്പിൻ്റെ പണ്ടം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറൊന്ന് നിവർത്തിയിട്ട് അത് പാത്രത്തിലാക്കിയിട്ട് അത് ഉള്ളിലേക്ക് കൊടുത്തേക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പണ്ടമില്ലേ അതും ഒരു പാത്രത്തിലാക്കിയിട്ട് അതും ഉള്ളിലേക്ക് കൊടുത്തേക്കുന്നുണ്ട്. അത് അവൾ ഉണ്ടാക്കിക്കോളും പരിപ്പിൻ്റെ ബിരിയാണി. അതിൻ്റെ പണ്ടം ഞാൻ ഉണ്ടാക്കി കൊടുത്ത. പിന്നെ ഞാൻ അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഒക്കെ അവിടെ തേങ്ങയും അത് ഇതൊക്കെ ഉണ്ടായിന്. എങ്ങനെ വിചാരിക്കുന്നുണ്ടോ എൻ്റെ പണിയൊക്കെ പണി കഴിഞ്ഞിട്ടില്ല, പണി തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയം എൻ്റെ എനർജിയൊക്കെ നഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇന്നലെ ഞാൻ എനർജിക്ക് വേണ്ടിയിട്ട് മാങ്ങ ഉണ്ടാക്കിയില്ലേ, അതവിടെ ഇരുന്ന് ഇങ്ങനെ കോരിത്തുന്ന പകുതിയിലധികം തീർന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ തിന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ എണ്ണയൊക്കെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടായിട്ടില്ല, എന്നാലും കുറച്ച് ചൂടായിട്ടുണ്ട്. ഒരു പാകത്തിന് നമ്മുടെ കേക്ക് ഇടാനൊക്കെ പാകത്തിന് അത്രേ ചൂടായിക്കോളും. ഓവർ ചൂടായാൽ ഉള്ളു വേണ്ടത് കത്തിക്കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ അത്ര ചൂടാകുമ്പം തന്നെ അതിലേക്ക് കേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ വേഗം ഞാൻ ഉരുട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതൊരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ട് അതിന് 1/2 കിലോ മൈദക്ക് കേക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരുമെന്ന്. 1/2 കിലോ ഇതിൽ മൈദയല്ല കാര്യം, മുട്ടയാണ്. നമ്മൾ എത്ര മുട്ട എടുക്കുന്നതാണ് ഈ കേക്ക് ചൂടല് കാര്യം. അതിൽ മൈദ ഞാൻ കുഴച്ചെടുക്കുന്ന ആ പാകില്ലേ, ആ പാകത്തിലേക്ക് എത്തുന്നവരെ ഇങ്ങനെ മൈദ ഇട്ട് കൊടുക്കലാണ്. അത് അങ്ങനെ അല്ലാണ്ട് മൈദ 1/2 കിലോ മൈദക്ക് കേക്ക് ഇടൽ അങ്ങനെയില്ല. കാജൽ ഇപ്പോൾ വേണമെങ്കിൽ 1/2 കിലോ മൈദക്ക് കാജൊക്കെ ചൂടാം. ചോദിച്ചാൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്കും ഇത് നമ്മളെ കേക്കൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 5.5 കിലോ കേക്കാണ് കേട്ടോ അവർക്ക് വേണ്ടത്. പിന്നെ ഇത് അനിയത്തിയുടെ പരിപ്പിൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവളത് ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാൻ
ഇവിടുന്ന് കേക്കൊക്കെ തൂക്കിയെടുക്കുന്നുണ്ട്. 5 കിലോ ഒരു പാക്കും 1/2 കിലോ വേറെ ആയിട്ടാണ് വേണ്ടത്, സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഞാനതൊക്കെ തൂക്കിയെടുക്കുന്നുണ്ട്. കറക്റ്റ് 5.5 കിലോ കേക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പാക്കാക്കി കഴിയുമ്പോഴേക്കും എല്ലാവരും ചോറ് കഴിക്കലും കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് ചോറ് എടുത്ത് വെച്ച്, മീൻകറി ഉണ്ട്, പയർ വറവുണ്ട്, പിന്നെ ഇതാ കല്ലുമ്മക്കായ് ഫ്രൈ ഉണ്ട്, പിന്നെ നമ്മുടെ മാങ്ങയുണ്ട്. എല്ലാം കൂടി ഒരു പിടുപിടുത്തം പിടിച്ചു ഗൈസ്. പിന്നെ എനിക്ക് ഈ മാങ്ങയും പുളിയും അച്ചാർ ഇതൊന്നും ചോറിൽ കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബമ്പിന് ഇട്ടതാണ്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല ഇങ്ങനെ കോരിത്തൊന്നും, പക്ഷേ ചോറിൻ്റെ ഒക്കെ ഒന്നും വേണ്ട. അങ്ങനെ ചോറ് വെച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ മുട്ട പൂങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ മോൻ വരുന്നുണ്ട്. അപ്പം വൈകുന്നേരം സിമ്പിളായിട്ടൊരു ചായക്കടി ഉണ്ടാക്കാൻ വിചാരിച്ച്. ഇനി അവിടെയൊക്കെ കഴുകിയെടുക്കാനുണ്ട്. അപ്പം ഞാനിതാ വേഗം അതൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. നല്ല അടിപൊളിയായില്ലേ. അപ്പോൾ ഒരു സമാധാനമാണ് മനസ്സിന്. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുമ്പോഴേക്ക് നമ്മൾ മുട്ട തീമ വെച്ചിട്ടുണ്ടായിട്ടേ അതൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിനെ അതവിടെ ഓഫാക്കി വെച്ചാൽ ബാക്കി അവിടെ നിന്ന് വെന്തോളും. പിന്നെ ഇതാ നിലമൊക്കെ ജഗ പുകയാണ്, ഫുള്ള് കച്ചറിയാണ്. ഇനി അതൊക്കെ അടിച്ച് വാരി തുടച്ചെടുക്കണം. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കോളും ഇതാ ഓളെ പരിപ്പ് ബിരിയാണി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ വന്ന ഓർഡറാണ് കേട്ടോ, പരിപ്പ് ബിരിയാണിയും മറ്റേ ഹാഫ് മൂണൊക്കെ. അപ്പം കേക്ക് ചൂടാൻ എന്തായാലും ഒരാൾ മതിയല്ലോ. അപ്പോൾ ഓളെന്താക്കി പരിപ്പ് ബിരിയാണി ഉണ്ടാക്കി, ഹാഫ് മൂൺ ഉണ്ടാക്കി. പിന്നെ ഇതാ കേക്ക് വാങ്ങാൻ ആൾ വന്നിട്ടുണ്ട്. പടിമ കേക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പടിമ വെച്ച് കൊടുത്തതാണ്. അവിടെ വെച്ച് കൊടുത്തതല്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ അവരെ കയ്യിൽ കൊടുത്തതാണ്. അവരവിടെ 5 കിലോനുണ്ടല്ലോ, അതൊപ്പം വെയിറ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവരവിടെ വെച്ചതാണ്. ഞാൻ ബാക്കി പൈസ കൊണ്ടുവരുന്ന സമയം വരെ. പിന്നെ ഇതാ ഞാൻ മുട്ട പുഴുങ്ങിയതൊക്കെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അതിന് പണ്ടൊക്കെ ഇങ്ങനെയാണ് നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കൽ. മുട്ട റോസ്റ്റ് എന്നാട്ടോ നമ്മളെ നാട്ടിൽ പറയൽ. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ കൂട്ടിയിട്ട് മിക്സിയിൽ നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൂട്ടി ഇതുപോലെ മുട്ട മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കാമ്പ് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഓരോ മുട്ടേൻ്റെ ഉള്ളിലും നിറച്ച് കൊടുക്കും. എന്നിട്ട് മൈദയും കടലമാവും കൂടെ മിക്സാക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് കലക്കിയിട്ട് അതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കലാണ്. മുമ്പൊക്കെ ആരെങ്കിലും പെട്ടെന്ന് ഗസ്റ്റായിട്ട് വന്നാൽ എല്ലാ വീട്ടിലും എന്തായാലും മസ്റ്റായിട്ട് നമ്മളെ നാട്ടിൽ ഇതാന്ന് ഉണ്ടാകൽ. ഇത് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമല്ലോ. വഴറ്റിയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കൽ. ഇങ്ങനെ മാവൊക്കെ കലക്കി എടുത്തിട്ട് അതിലേക്ക് ഇതാ ഓരോ മുട്ടയും അതിലേക്ക് ഇട്ടിട്ട് മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് അപ്പുറം ഇപ്പുറം ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പുറത്തുനിന്ന് ചെയ്താൽ നല്ലതാണ്. ഉള്ളിൽ ഞാൻ അടുപ്പൊക്കെ തുടച്ച് ക്ലീനാക്കി വെച്ചതല്ലേ. അപ്പോൾ അവിടെ എനിക്ക് തീ പറ്റിക്കാൻ ഒരു മടി. കാരണം എന്ന് വെച്ചാൽ നെയ്യ് വെച്ചാൽ ഫുള്ള് അടുപ്പിനൊക്കെ നെയ്യ് തെറിക്കൂലേ. അതുകൊണ്ട് ഞാൻ വേഗം പുറത്തുനിന്ന് തന്നെ ഉണ്ടാക്കി. പുറത്തുനിന്നാകുമ്പോൾ മുട്ട പൊട്ടിത്തെറിക്കുന്നില്ല, ഉള്ളുനിന്നാകുമ്പോൾ ഭയങ്കര പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ ഹാഫ് മൂണും പിന്നെ കായൽവൊക്കെ ഓർഡർ ഉണ്ടായിന്, അതും പിന്നെ പെരുപ്പിൻ്റെ ബിരിയാണിയും കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓള് പോകുന്നുണ്ട്. അതൊക്കെ പാക്കാക്കിയിട്ട് ഓള് കൊണ്ടുപോയി. പിന്നെ ഇതാ കാപ്പിയും ജ്യൂസും, ചായ വേണ്ടാത്തവർക്ക് കാപ്പി ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചായൻ്റെ കടിയൊക്കെ അവിടെ വെച്ച് ഒരു ചായ ഉണ്ടാക്കിയ പുകിലാന്ന് കഴിച്ചത്. നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ ഇതാണ്ട വീണ്ടും പാത്രം ഇങ്ങനെ നിറയും. അതിനൊരു മുടക്കൂല. അത്ര കഴുകിയാലും കഴുകി എൻ്റെ കൈ തന്നെ വെളുത്തു പോയി ഗൈസ്. പാത്രം കഴുകി അവിടെയൊക്കെ വൃത്തിയാക്കി തുടച്ച് എടുത്ത് ഇങ്ങനെ ക്ലീനാക്കി കാണുമ്പം നല്ല രസമല്ലേ. ഒരു 5 മിനിറ്റ് അവിടെ നിന്നിട്ട് ഞാനത് ആസ്വദിക്കൊണ്ടോ. എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് അവിടെ നോക്കും. പിന്നെ ഇതാ അവക്കൊന്ന് അടിച്ച് വാരി ക്ലീനാക്കി എടുക്കണം. അങ്ങനെ അതൊക്കെ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അടിച്ചിട്ട് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു ഒന്ന് തുടച്ചെടുക്കണമെന്ന്. അങ്ങനെ മോൾക്ക് തുടക്കാൻ വേണ്ടി കൊടുത്ത് ഞാൻ വീഡിയോ എഡിറ്റാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വരുമ്പോൾക്ക് ഓളപ്പണി തീർന്നിന് കേസ്. അതുകൊണ്ട് ഞാൻ തുടക്കുന്നതിൽ പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു റെസിപ്പി കാണിക്കുന്നത്, അത് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളും റെസിപ്പികളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.